ഹായ് ഹലോ വീട്ടിലൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വെള്ളരിക്ക പച്ചടിയുടെ റെസിപ്പി കണ്ടാലോ? ചോറിനോടൊപ്പമൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. ബിഗിനേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഓടി വായോ, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം ഞാൻ കുറച്ച് വെള്ളരിക്ക കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്ത് ഒരു പാനിലോട്ട് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് വെള്ളരിക്ക വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ആഡ് ചെയ്ത് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് ഞാൻ അതിനെ അടച്ച് വെച്ചിട്ടുണ്ട്. അടുത്തതിന് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് കുറച്ച് ജീരകം ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇലൈറ്റിൻ്റെ മിൽമയുടെ കേർഡ് ഞാൻ എടുത്തിട്ടുണ്ട്, അത് കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അതിനകത്തോട്ട് ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഞാനിവിടെ അരപ്പ് കുറച്ചാണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾ എടുക്കുന്ന അനുസരിച്ച് ആഡ് ചെയ്യാം. പിന്നെ ഞാനതിട്ട് കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. അതും കൂടിയിട്ട് നല്ലൊരു ഫൈൻ പേസ്റ്റായിട്ട് നമുക്കിതിനെ അരച്ചെടുത്തിട്ട് ഈ വെന്ത് വന്നിരിക്കുന്ന വെള്ളരിക്കയിലോട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ വെള്ളം എല്ലാം വറ്റി വന്നതിന് ശേഷം അടുത്തൊരു പാൻ എടുത്തിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനകത്ത് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കറിവേപ്പില പെട്ടെന്ന് പൊട്ടി വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ആവശ്യമായിട്ടുള്ളത് വറ്റൽ മുളകാണ് വേണ്ടത്. പക്ഷേ എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് ഞാൻ ഇതാണ് ആഡ് ചെയ്ത് കൊടുത്തത്, അതായത് ചില്ലി ഫ്ലേക്സ് ആണ് ആഡ് ചെയ്തത്. ഇതും നല്ല ടേസ്റ്റാണ്. ഇത് വെച്ചൊന്നും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. ഇതും കൂടെ ഇതിൻ്റെ ആ ഒരു എണ്ണയിൽ കിടന്ന് ആ മൂത്തൊരു മണം വരുമ്പോഴത്തേക്കും ഈ പച്ചരിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൊടുക്കുന്ന തരത്തിലുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതായത് വറ്റൽമുളകിൻ്റെ പോലെയല്ല, വേറൊരു ടേസ്റ്റാണ് ഇതിനകത്ത് വരുന്നത്. ഇനി നമ്മൾ നന്നായിട്ട് അതിനൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിനകത്ത് വെള്ളം കണ്ടൻറ്റ് ഒട്ടും പാടില്ല കേട്ടോ. വെള്ളം കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടില്ല. അതുകൊണ്ട് വെള്ളം കണ്ടൻറ്റ് ഒട്ടും വേണ്ട. പിന്നെ തണുത്തതിന് ശേഷം കുറച്ചും കൂടെ ഞാൻ തൈര് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അതിനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടവരെ ട്രൈ ചെയ്ത് നോക്കണേ. ലൈക്കിനും സബ്സ്ക്രൈബിനും മറക്കല്ലേ.